ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം പരശുരാമ ക്ഷേത്രത്തിലേക്കാണ്. രാവിലെ മുതൽക്കുള്ള അതായത് ഒരു ഡേമ ലൈഫ് ചെയ്യാനായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷേ എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരുപാട് ലേറ്റായി. അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. പകുതി, അതായത് ഞങ്ങളുടെ യാത്രയുടെ പകുതിയിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പോലും. തിരുമംഗലം എവിടാ? അയ്യോ, ഞങ്ങളുടെ കൊച്ചു ഉണർന്നിട്ടുണ്ട്. ലാലീല ലാലീലം പാട്ട് പാടി. ഇത്രയും നല്ല പാട്ട് വേറെ ആരേലും പാടുവോ? ടെക്നോ പാർക്ക്, തിരുമംഗലം ദേശീയപാത എന്ന് കേട്ടിട്ടുണ്ട്. ടെക്നോ പാർക്കാണല്ലേ കാണുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊക്കെ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണല്ലേ. ഓയ്, വായിക്കാത്ത കുത്തിക്കേറ്റത് പാറോ, നേരെ ഇരിക്കേ. അച്ഛൻ ബ്രേക്ക് കുടിച്ചാലുണ്ടല്ലോ നീ അച്ഛൻ്റെ മടിയിൽ പോയിരിക്കും. അത്രയും നല്ല ഓട്ടിപ്പാച്ച ഓടിക്കുന്നത്. അതാണ് നല്ല സൂപ്പർ ഓടിപ്പാ മോളെ. അതുകൊണ്ട് നീ അവിടെ ഇറങ്ങിയിരിക്കും. അമ്മ ഓടിച്ച ഇപ്പോഴത്തെ എത്തത്തില്ല. അമ്മ സെക്കൻഡ് ഇട്ട് ഓടിക്കുന്നത്. പപ്പുന് പാപ്പം കൊടുത്തേ, പപ്പുന് പാപ്പം കൊടു. ആ, തൊക്ക് തൊക്ക്. ആ, അപ്പയ്ക്ക് പാപ്പം കൊടുത്തേ. അപ്പയ്ക്ക് പാപ്പം കൊടു. ആ, വായി വെച്ചു കൊടുക്ക്. മതി മതി മതി, നീ വേറെ ആർക്കും കൊടുക്കണം. നീ എവിടെ ഇരുന്നോ. അതെ അതെ, നീ പാപ്പം കൊടുക്കാൻ പോകുമ്പോഴായിരിക്കും അച്ഛനും ബ്രേക്ക് കുടിക്കുന്നത്. നീ അച്ഛന്റെ പണ്ട് ചെന്നിരിക്കും. മതി, നേരെ ഇരിക്കേ. നാലാമത്തെ ഗിയറിലൊക്കെ ഓടിക്കാറായോ? അതിലൊരു അഞ്ചാമത്തെ ഗിയർ കൂടെ ഉണ്ട്. അണ്ടോ കീക്കി അടിക്കുന്നു. എന്ത് ഇനി 750 മീറ്ററും കൂടിയേ. അങ്ങനെ ഞങ്ങൾ പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിർത്തി എല്ലാ പൂജയെല്ലാം നടത്തി ഞങ്ങളവിടെ നിന്ന് നേരെ ആറ്റുകാലിലേക്കാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് പാറക്കുട്ടൻ്റെ കളിയും ചിരിയായിട്ട് കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. നേരെ
ഇറങ്ങിയത് പഴവങ്ങാടി അമ്പലത്തിൻ്റെ മുന്നിലാണ്. അവിടുന്ന് പായസക്കടയിൽ നിന്ന് ബോളിയും പായസവും മേടിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ അവിടുത്തെ കടയിൽ നിന്ന് പായസവും ബോളിയും മേടിച്ച്. അടിപൊളിയായിരുന്നു, സൂപ്പർ. അത് ഫേമസ് ആയതുകൊണ്ട് തന്നെ, ഇതുവരെയും കഴിക്കാത്തത് കൊണ്ട് തന്നെ അത് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം അങ്ങ് നിറവേറ്റി. പിന്നെന്താ, VS-നെ കാണാൻ വന്ന ഞങ്ങളുടെ അളിയനെയും പിന്നെ അളിയൻ്റെ കൂട്ടുകാരനെയും ഞങ്ങൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യുകയുണ്ടായി. അതുമാത്രമല്ല, ഒരു ലോട്ടറി എടുക്കുന്ന ആൻറ്റി, ആ ആൻറ്റീനെയും കണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു. ശരി, എടുത്തോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പായസം മേടിച്ച് വെച്ചിട്ട് നമ്മളങ്ങനെ കഴിക്കാതെ പോന്നേ. അത് കയ്യിലിരിക്കുമ്പം കഴിക്കാതെ പോകാനായിട്ട് തോന്നത്തേയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൊട്ടിച്ചു, ബോളിയും പായസവും. ഞങ്ങൾ അന്നേരം തന്നെ പൊട്ടിച്ചു. നല്ല ചൂട് ബോളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ളൊരു ബോളിയും പായസവും കഴിക്കുന്നത്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ സഖാവ് VS അച്യുതാനന്ദൻ സാറിൻ്റെ വിലാപയാത്രയും നടത്താൻ നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ നമ്മളിനി നേരെ കൊല്ലത്തോട്ടാണ് പോകുന്നത്. കൊല്ലത്ത് പോയി എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ചിന്നക്കടയിലാണ് നിൽക്കുന്നത്. ചിന്നക്കട ക്ലോക്ക് ടവറിൻ്റെ അടുത്താണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. ഇതാണ് കൊല്ലത്തെ ക്ലോക്ക് ടവർ. ഇപ്പോൾ സമയം 6:30 ആവുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, ഒത്തിരി നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.